ഒരു രക്ഷയില്ല. കഴിച്ചു കാണിച്ചേ. ഇതാണ് മോനെ ഐറ്റം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്ന് നമ്മള് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമ്മള് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് അധികം ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മള് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളല്ലേ. ഫ്രൂട്ട്സിന്റെ ഒക്കെ വില ഭയങ്കര. അതെ, നമ്മള് വിചാരിച്ചൊരു ബഡ്ജറ്റ്, നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടായിരുന്നു. അപ്പം അതിനെക്കാട്ടി കൂടി പോയില്ലേ, നമ്മൾ വിചാരിച്ചതിന് അപ്പുറമായി പോയി. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാം. എല്ലാരും അറിയാവുന്നതാണെന്ന് തോന്നില്ലേ, എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് നമ്മുടെ രീതി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇനി ഒന്ന് കഴുകിയെടുക്കാൻ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തൊക്കെ ഒന്ന് മുക്കിയിടണം. കാരണം സംഭവം വിഷമാണേ, പുറത്തുനിന്ന് വരുന്നതാണ്. ഫ്രൂട്ട്സ് ഒക്കെ മഞ്ഞപ്പൊടി ഇട്ട് കാണിച്ചു, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മുടെ മുന്തിരി ഇരിപ്പുണ്ട്. അപ്പം കുറച്ച് നേരം അല്ല, ഒരു അരമണിക്കൂർ ഇല്ല, ഒരു മണിക്കൂർ നമ്മൾ നോക്കുമല്ലേ. എന്നിട്ട് ഇനി നന്നായിട്ട് കഴുകണം. അപ്പോഴത്തേക്ക് നമുക്ക് പാലൊക്കെ ചൂടാക്കിയിട്ട് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുതിൽ നിന്ന് തന്നെ അങ്ങോട്ട് അരിഞ്ഞു തുടങ്ങാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തന് നമ്മുടെ കടച്ചയ്ക്ക് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളും മാതളവും ഉണ്ട്. ഇത് നമുക്ക് ഇതേപോലെ പൊളിച്ചെടുത്തും അരിഞ്ഞെടുത്തും ഒക്കെ സെറ്റാക്കി എടുക്കാം.
അപ്പൊ ഗൈസ് നമ്മുടെ ഏറ്റവും വലിയ പണി കഴിഞ്ഞല്ലേ? എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂറായില്ലേ? 2-2.5 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. എല്ലാം നന്നായിട്ട് അരിഞ്ഞു. ഇനി ആകെയുള്ള പരിപാടി കസ്റ്റാർഡ് പാരി തിളപ്പിക്കുക അല്ലേ? തിളപ്പിക്കുക, സെറ്റ് ചെയ്യുക, ബാക്കി പരിപാടി കുടിക്കുക, പോവാല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പാല് തിളപ്പിക്കാം. അപ്പം നമുക്ക് നമ്മുടെ അടുപ്പ് അങ്ങോട്ട് കത്തിച്ച് പരിപാടി തുടങ്ങാം അല്ലടാ? അത് തന്നെ. ഇനി നമ്മൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ പാല് നല്ലോണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതെ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ നമ്മൾ വീഡിയോ എടുത്തതിനെക്കാട്ടി നല്ല ടൈം എടുത്തു ഇതിന് കത്തിക്കാൻ വേണ്ടി. ശരിയാ, നല്ലപോലെ ടൈം എടുത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോയില്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ ആദ്യം പോഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കത്തുന്നില്ല ശരിക്കും തീ അങ്ങോട്ട്. അങ്ങനെ അവസാനം ഒരു കണക്കിന് നമ്മൾ തീ ഒന്ന് കത്തിച്ചെടുത്ത് അപ്പം നമ്മൾ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കിട്ടണം. എങ്ങനെയും നമ്മുടെ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ തീ അങ്ങ് അണഞ്ഞു ഇല്ലടാ? അതെ, നമ്മൾ തീ അണഞ്ഞു പോയി. പിന്നെ നമ്മൾ തീ നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്ത് നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. എന്തായാലും നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അടുപ്പേ നമ്മുടെ ഈ ഒരു പാലങ്ങ് മാറ്റിയേക്കാം. അതെ, നമ്മുടെ പാലെല്ലാം കിടലിനായിട്ട് സെറ്റ് ആയിട്ടുണ്ടല്ലേ? അതെ, പാല് നല്ല പോലെ തിളപ്പിച്ച്. അപ്പൊ നമ്മുടെ എല്ലാം നമ്മൾ ഇവിടെ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആക്കി എല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേടാ? എല്ലാം മിക്സ് ചെയ്യാൻ പോകല്ലേ? എല്ലാം മിക്സ് ചെയ്യാൻ പോണ്. ഒരു പുകയുണ്ട്, ക്ഷമിക്കണം, നമ്മുടെ ആ ഒരു കത്തിച്ചതിന്റെ ആണ്. അയ്യോ എന്ന് പറയണ്ട. എന്തായാലും മിക്സ് ചെയ്യാം. ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് പൈനാപ്പിള്, പഴം നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. മാതളമാണ്. മാതളൊക്കെ എന്തോ വിലയില്ല? എന്തോ വിലയാ മാതളം. 2 എടുത്തിട്ടുള്ളൂ. അന്നത്തെ കാര്യം 2 100 രൂപ. മുന്തിരി നമ്മൾ 5 വട്ടം കഴുകി നല്ല അടിപൊളിയായിട്ട് എടുക്കും. മുന്തിരി ഗോട്ടി പോലെ ഇരിക്കുന്ന മുന്തിരി. അറിയാം, വേണ്ടേ? ഇത് വേണ്ടേ? എല്ലാം കൂടെ അങ്ങോട്ട് എടുക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സലാഡിനൊക്കെ സെറ്റാക്കിയേക്കുന്ന പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ തണ്ണിമത്തനും കടച്ചയ്ക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ആ ഒരു ഭംഗിയുണ്ടോ? അപ്പൊ കുറച്ച് പാല് കസ്റ്റാർഡ് കലക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട് ഒഴിക്കാം. കുറച്ച് മതി. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് വേണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കലക്കി വെച്ച് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു പാലിലോട്ട്, ബാക്കി വെച്ച പാലിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കണ്ട ഇപ്പം തന്നെ ആ ഒരു പാലിൻ്റെ കളർ ഉണ്ട്, നല്ല ക്രീം കളർ, നല്ല മണവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് വേണ്ടേ, നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം അല്ലേ? ഇതാണ് മോനെ ഐറ്റം. ഇനി നമുക്കിത് നന്നായിട്ട് ആ ഫ്രൂട്ട്സും അല്ലേ? അത് തന്നെ. കിടപ്പുണ്ട് കൊതിയ. ഇതാണ് മോനെ ഐറ്റം. ഇതാണ് സാധനം. വേണ്ടേ, നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോയില്ല. നമ്മൾ രാവിലെ ഉണങ്ങിയ പണിയില്ലേ? ഞങ്ങൾ രാവിലെ 10 മണിക്ക് ഉണങ്ങിയാടി. ഇപ്പൊ എങ്ങാണ്ട് 4:30-5 മണിയായി. അതുവരെ ഞങ്ങൾ ഇരുന്ന് ഇതിന് മെയിനായിട്ട് സമയം പോയ ഫ്രൂട്ട്സ് വാങ്ങിക്കണം. നമ്മളൊരു 2.5 മണിക്കൂർ അങ്ങാണ്ട് കുറെ കട കയറി. നമ്മുടെ ബഡ്ജറ്റിനെക്കാട്ടി കൂടുതലായിരുന്നില്ലേ കണ്ടു വന്നത്. അത്യാവശ്യത്തിനെല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ഇപ്പൊ നമുക്ക് ഉത്സാഹിക്കാം. ഇതാണ് എടുത്തിട്ടുണ്ട് സാധനം. ഇതാ നമുക്ക് കഴിക്കാം. നമുക്ക് വെയിലുണ്ടല്ലേ? വേണ്ട ഇഷ്ടം പറഞ്ഞാ വേറെ ഡിഷില്ലേ? ഫ്രൂട്ട്സിന്റെ മധുരം ഉണ്ട്, അതുപോലെ തന്നെ പുളി ഉണ്ടല്ലേ? ഇഷ്ടം പറഞ്ഞ ഐറ്റം കൊള്ളാല്ലേ? കിള്ള സാധനമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇത് പോയി കഴിക്കണം, എല്ലാവർക്കും കൊടുക്കണം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ ചുമ്മാ ഒന്ന് ഉണ്ടാക്കിക്കില്ലേ? കിള്ള സാധനം കേട്ടോ, ചുമ്മാ പറയല്ല. വീട്ടില് എല്ലാവർക്കും കൊടുക്കണം. അതെ, തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ തണുപ്പിച്ച് കഴിക്കണം. അതെ, എന്തോ ഒരു ഇത് പറയാൻ പറഞ്ഞത്. തണുപ്പിച്ച് കഴിക്കണം കേട്ടോ. ഞങ്ങളിപ്പോ ഇത് വീഡിയോക്ക് വേണ്ടി എടുത്ത് നമ്മൾ ഇനി ഫ്രിഡ്ജിനകത്ത് തണുപ്പുണ്ട്. കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ട് അതിനെക്കാട്ടി പൊളിയായിരിക്കും. അപ്പം ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായും എല്ലാവർക്കും അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യുമല്ലേ? അതന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രവർത്തിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാമല്ലേ? എന്തായാലും ഇനി അടുത്തേക്ക് കാണാം. ഓക്കെ, ബൈ. പരിപാടി ഉണ്ട്, കഴിക്കണം. അതെ. ഓക്കെ, ടാറ്റ.